Hi friends, welcome back. Today we are going to discuss the poem titled Anniversaries of War, written by Yehuda Amichai. Yehuda Amichai is an Israeli poet. അദ്ദേഹം ജനിക്കുന്നത് 1924 then he died in 2000. He was actually ജർമ്മനിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ ജർമ്മനിയിൽ ജൂതന്മാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിലേക്ക് കുടിയേറി പാർക്കുകയാണ് ചെയ്യുന്നത്. He fought in 3 wars, including Israel's first war of independence. അദ്ദേഹം 3 യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇസ്രായേൽസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇസ്രായേലിൻ്റെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഉൾപ്പെടെ. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരിക്കലും യുദ്ധങ്ങളെ ഇഷ്ടപ്പെട്ട ആളായിരുന്നില്ല. ഹി ഡിഡിൻ ലൈക്ക് വാർസ്. യുദ്ധത്തിൽ പങ്കെടുത്തതൊക്കെ സാഹചര്യങ്ങളുടെ നിർബന്ധം മൂലമായിരുന്നു. He believed that a peaceful coexistence with Israel's Arab neighbors was possible and used whatever influence he had on Isaac Rabin to initiate peace talk with Palestinians. അദ്ദേഹം എല്ലാ കാലത്തും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലർക്കും അവിടെയുള്ള അവരുടെ നൈബേഴ്സായിട്ടുള്ള അറബ്സിനും വളരെ പീസ്ഫുള്ളി അവിടെ ഒരുമിച്ച് ജീവിക്കാം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനു വേണ്ട അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുള്ള ഇൻഫ്ലുവൻസും അദ്ദേഹം അന്നത്തെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഈ റാബിൻ്റെ മേലെ അദ്ദേഹം ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. Then in his poems he talked about Holocaust, God, loss, love, war, etc. ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ള തീംസ്. ഹോളോകാസ്റ്റ്, അതുപോലെ ദൈവം, ലോസ്, അതുപോലെ ലവ്, വാർ, എക്സെട്ര, ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. അതിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സാണ് നൗ ആൻഡ് ഇൻ അതർ ഡേയ്സ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1955. ഇറ്റ്സ് എ പോയട്രി കളക്ഷൻ. ദെൻ നോട്ട് ഓഫ് ദിസ് ടൈം, നോട്ട് ഓഫ് ദിസ് പ്ലേസ്. ഇറ്റ്സ് എ നോവൽ. ദിസ് ഈസ് ദി ഓൺലി നോവൽ ഹി റോട്ട്. ദെൻ വി ഹാവ് ബെൽസ് ആൻഡ് ട്രെയിൻസ്. അത് ഈ ഒരു സെയിം നോവലിൻ്റെ നാടക വേർഷനാണ്, പ്ലേ ആണ് ആക്ച്വലി ഇത്. ഓക്കെ. Poem Anniversaries of War is about the narrator's visit to Gath, birthplace of Goliath, the giant who fought against David. ഈ ഒരു കവിത നമ്മുടെ നരേറ്റർ ടെൽഗാത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം വിസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ ടെൽഗാത്ത് എന്നുള്ള പ്രദേശം ഗോളിയ എന്ന് പറയുന്ന ബൈബിളിൽ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ്. ഗോളിയ ഒരു ജയൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടെൽഗാത്ത്. ഈ ഗോളിയയെ കൊല്ലുന്നത് ഡേവിഡാണ്, മറ്റൊരു ബിബ്ലിക്കൽ കഥാപാത്രം. ഈ ഒരു സ്റ്റോറി ബൈബിളിലുണ്ട്. ബൈബിൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ഇത് കിങ് സൗളിൻ്റെ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതൊക്കെ എന്താ പറയുക, ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. ബൈബിളിലുണ്ട്, ഓൾഡ് ടെസ്റ്റാമെൻറ്റിലുണ്ട്, ന്യൂ ടെസ്റ്റാമെൻറ്റിലുണ്ട്, ഈവൻ ഖുറാനിലൊക്കെ ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു സ്റ്റോറി ഉണ്ട്. ഇതിനകത്ത് ഈ ഗോലിയ എന്നൊക്കെ ഉള്ളത് ഖുറാനിലൊക്കെ വരുന്ന സമയത്ത് ജാലൂത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അറബിയിൽ ഇതാണ് എങ്ങനെ വരും, ജാലൂത്ത്. ഓക്കെ, ജാലൂത്ത്. അതേമാതിരി ഈ നമ്മുടെ സൗൾ, കിങ് സൗൾ ഉണ്ട്, അതും ത്വാലൂത്ത് എന്നുള്ള പേരിലൊക്കെയാണ് ഖുറാനിൽ നമ്മൾ കാണുന്നത്. എനിവേ ഇത് ആ ഒരു ഇസ്രായേലരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സ്റ്റോറിയാണ്. സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വി ആർ നോട്ട് ഷുവർ. എനിവേ അപ്പോൾ അത്തരം ഒരു എന്താ പറയുക, ബൈബിളിലുള്ള ഒരു സ്ഥലമാണ്, ബൈബിളിൽ പരാമർശിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ടെൽഗാത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു റിലീജിയസ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ടെൽഗാത്ത്. ആക്ച്വലി ടെൽഗാത്തിൻ്റെ ഇന്നത്തെ യഥാർത്ഥത്തിൽ പേര് സ്ഥലത്തെ ഇന്ന് വിളിക്കുന്നത് ഒരു ജാഫിത്ത് എന്നുള്ളൊരു പേരിലാണ് അത് എഴുതുന്നത്. ഇങ്ങനെയാണ്, ജാഫിത്ത് എന്നുള്ള ഒരു പേരിലാണ് ഇന്നത് അറിയപ്പെടുന്നത്. ഈ ഒരു സ്ഥലം ബൈബിളിൽ പറഞ്ഞ ടെൽഗാത്താണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഓക്കെ. Gath was also an Arab settlement which was abandoned by the residents during the Israel War of Independence. പിന്നെ ഗാത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു ബൈബിളിൽ പറഞ്ഞ വാർ മാത്രമല്ല, പല വാറുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആനിവേഴ്സറീസ് ഓഫ് വാർ ആവുന്നത് ഈ ഒരു സ്ഥലം. ഓക്കെ. ഇപ്പം നമ്മുടെ ഇവരുടെ തന്നെ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ മുൻപ് അറബികൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം. അപ്പോൾ ഇസ്രായേൽ ആ സ്ഥലമൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതൊരു ഇസ്രായേലിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു ചെയ്തത്. ഓക്കെ. ദ ടൈറ്റിൽ റെഫേഴ്സ് നോട്ട് ഓൺലി ടു ദ വാർസ് ദ പോയറ്റ് ഫോട്ട് ബട്ട് ഓൾ ദി വാർസ് ഇൻ ദ മിഡിൽ ഏജസ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൈറ്റിലുള്ള വാർസും
ആനിവേഴ്സറീസ് ഓഫ് വാർസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കവി പങ്കെടുത്ത യുദ്ധങ്ങൾ മാത്രമല്ല, നമ്മൾ പറഞ്ഞ മിഡിൽ ഏജസിൽ നടന്നതും ബൈബിളിൽ പറയുന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാറുകളാണ്. Then the poet speaks of taking his children to the burial mounds in Gath. അപ്പം ഈ ഒരു പർട്ടിക്കുലർ കവിതയിൽ നമ്മൾ കാണുന്നത് ടെൽഗാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പോയറ്റ് അദ്ദേഹത്തിൻ്റെ മക്കളെ കൂട്ടി കൊണ്ടുപോകുന്നത്, മക്കളുടെ കൂടെ അദ്ദേഹം ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നു. അദ്ദേഹം മുമ്പ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തൊരു സ്ഥലമായിരുന്നു അത്. അവിടെയുള്ള ബറിയൽ മൗണ്ടിലേക്കാണ്, അവിടെ കുറേ ആളുകളെ ബറി ചെയ്തിട്ടുണ്ട്, മറവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രദേശത്തേക്കാണ് അദ്ദേഹം കുട്ടികളെ കൊണ്ട് പോകുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു പിക്ചർ വെച്ച് ടെൽഗാത്താണിത്. ദെൻ യു ഹാവ് ദിസ്, ഈ ഒരു ഡേവിഡ് നമ്മുടെ ഗോലിയായുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു ചിത്രമാണ്. ഓക്കെ, ആനിവേഴ്സറീസ് ഓഫ്, ലെറ്റ്സ് ഗോ ടു ദ പോം. Tell Gath, I brought my children to the mount where once I fought battles, so they would understand the things I did do and forgive me for the things I didn't do. ഓക്കെ, അപ്പം ഇദ്ദേഹം തുടങ്ങുന്നതിൻ്റെ ടെൽ ഗാത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ടെൽ ഗാത്ത് നമുക്കറിയാം, it's a place of biblical importance. It's a place where many battles were fought, and many battles had taken place in that particular place, Tel Gath. So the speaker here talks about the visit that he made to Tel Gath, which is considered as the birthplace of Goliath. Goliath was a giant who was killed by David according to the Bible. അപ്പം ബൈബിൾ ബിബ്ലിക്കലി അല്ലെങ്കിൽ റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ് ടെൽ ഗാത്ത്. ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നു. അവിടേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോകുന്നത് ആരെ കൂട്ടിയിട്ടാണ്? ഐ ബ്രോട്ട് മൈ ചിൽഡ്രൻ ടു ദ മൗണ്ട്. ഞാൻ എൻ്റെ കുട്ടികളെ ആ ഒരു മൗണ്ടിലേക്ക്. സോ ഒരു ക്ലിഫാണ്, ഉയർന്ന സ്ഥലമാണ്. മാത്രമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ പിന്നെ ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകളെ ബറി ചെയ്തിട്ടുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. സോ ഹി ബ്രോട്ട് ഹിസ് ചിൽഡ്രൻ ടു ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ഓക്കെ, ടു ദ ബറിയൽ മൗണ്ട് വേർ വൺസ് ഐ ഫോട്ട് ബാറ്റിൽസ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അവിടെ ഞാൻ ഒരിക്കൽ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വേർ ഐ വൺസ് ഫോട്ട് ബാറ്റിൽസ്. അപ്പം ഇങ്ങനെ അദ്ദേഹം കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ. സോ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഐ ഡിഡ് ഡു ആൻഡ് ഫോർഗിവ് മീ ഫോർ ദ തിങ്സ് ഐ ഡിഡിൻ ഡു. അപ്പം ഇങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതോട് കൂടിയിട്ട് ദിസ് ചിൽഡ്രൻ ക്യാൻ ഫോർഗിവ് ഹിം ഫോർ വാട്ട് ഹി ഡിഡ് ആൻഡ് വാട്ട് ഹി ഡിഡിൻറ്റ് ഡു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കവിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരിക്കലും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. അപ്പം അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി എന്തു തന്നെ ആവട്ടെ, അദ്ദേഹം അങ്ങനെ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആളുകളാണ്. സോ ദേ ഷുഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദീസ് കൈൻഡ്സ് ഓഫ് വാർസ് ഓർ ദീസ് കൈൻഡ്സ് ഓഫ് ബാറ്റിൽസ്. സോ ഹീ ഹോപ്സ്, നമ്മുടെ സ്പീക്കർ പ്രതീക്ഷിക്കുന്നു, ദ ചിൽഡ്രൻ വിൽ ഫോർഗിവ് ഹിം, മാപ്പ് കൊടുക്കും ഇദ്ദേഹത്തിന്, അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾക്കും അദ്ദേഹം ചെയ്യാത്ത പ്രവൃത്തികൾക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ചെയ്യാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ആളുകൾ മരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഒരു പക്ഷേ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ഒരു പക്ഷേ യുദ്ധത്തിൽ. അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻ അദ്ദേഹത്തെ ഫോർഗീവ് ചെയ്യുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇവിടെ അതൊന്ന് വായിക്കാണ്. പേഴ്സണലി ദ നരേറ്റർ ഹാസ് എ മെമ്മറി അസോസിയേറ്റഡ് വിത്ത് ദ വാർ ആസ് ഹീ ടു ഫോട്ട് എ വാർ അറ്റ് ദി പ്ലേസ്. ഹീ ഈസ് ടേക്കിംഗ് ഹിസ് ചിൽഡ്രൻ അലോങ് വിത്ത് ഹിം സോ ദാറ്റ് ദേ വിൽ forgive him for what he did and what he didn't do. അദ്ദേഹത്തിൻ്റെ കുട്ടികളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം തന്നെ അദ്ദേഹം ചെയ്തതിനും അദ്ദേഹം ഇവിടെ ചെയ്യാൻ പറ്റാത്തതിനൊക്കെ കുട്ടികൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം കുട്ടികളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ,
The distance between my striding legs and my head grows bigger and I grow smaller. Those days grow away from me. These times go away from me too. And I'm in the middle without them on this mound with my children. Then what he says next, he thinks that the distance between അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രൈഡിങ് ലെഗ്സ്, സ്ട്രൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബിഗ് സ്റ്റെപ്പൊക്കെ വെച്ച് നടക്കുന്നതിനാണ് സ്ട്രൈഡിങ്. സോ അതിൻ്റെ സ്ട്രൈഡിങ് ലെഗ്സ് ആൻഡ് മൈ ഹെഡ്, എൻ്റെ ലെഗ്സും എൻ്റെ ചലിക്കുന്ന വലിയ സ്റ്റെപ്പോട് കൂടി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ലെഗ്സും അതുപോലെ തന്നെ ഹെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രോസ് ബിഗ്ഗർ ആൻഡ് ഐ ഗ്രോ സ്മോളർ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ കൊണ്ട് അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം ഉണ്ടായിരുന്നു. ഈ ഒരു പോത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്പീക്കർ ഒരു പിന്നെ സോൾജറാണ്, ഒരു റിട്ടയർഡ് സോൾജറാണ്. അദ്ദേഹം ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്ന സമയത്ത് അദ്ദേഹം കുറച്ച്, അല്ലെങ്കിൽ ഈ ഒരു ടെൽഗാത്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് ഓൾഡ് ആയിട്ടുണ്ട്. അദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ആക്റ്റീവായിരുന്ന, അദ്ദേഹം യങ് ആയിരുന്ന ആ ഒരു കാലഘട്ടമാണ് അദ്ദേഹം കാലുകൾ കൊണ്ടൊക്കെ ഉയർന്ന സ്റ്റെപ്പൊക്കെ വെച്ച് നടന്ന അദ്ദേഹം ആക്റ്റീവായിരുന്ന ഒരു സമയം. അതും ഇപ്പോൾ അദ്ദേഹം ആറ്റ് മൈ ഹെഡ് എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെഡ് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മൾ പറയാം അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്തരം അന്നത്തെ ആ ഒരു കാലഘട്ടം, അദ്ദേഹം യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആ ഒരു കാലഘട്ടം. അപ്പം ആ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ്, അദ്ദേഹം അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആ ഒരു കാലഘട്ടത്തും ഇന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഹെഡ് കൊണ്ട് ചിന്തിക്കുന്ന ആ ഒരു സമയം, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു കാലഘട്ടം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഗ്രോസ് ബിഗർ, അത് വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ഹീ ഗ്രോസ് സ്മോളർ. അപ്പം ആ ഡിസ്റ്റൻസ് കൂടുന്നതോട് കൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചെറുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ നമുക്കതിനെ പറയാം, ഹീ തിങ്സ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ഫൈറ്റിംഗ് ഡേയ്സ് ആൻഡ് ദ പ്രസൻറ്റ് ഹാസ് ബിക്കം ബിഗ്ഗർ. അപ്പം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഇന്ന് കുറേ കാലമായി എന്നാണ് അദ്ദേഹം ഇവിടെ ചുരുക്കി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് ഡേയ്സും പ്രസൻറ്റ് ഇപ്പോഴത്തെ ആ ഒരു സമയവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ബിഗ്ഗറായിട്ടുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് ബിഗ്ഗറായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ. ആ ഒരു കാലഘട്ടം ഇന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ദോസ് ഡേയ്സ് ഗ്രോ എവേ ഫ്രം മീ. ദീസ് ടൈംസ് ഗോ എവേ ഫ്രം മീ ടു. അദ്ദേഹം പറഞ്ഞു ഈ ഒരു സമയം ഇപ്പോൾ ഇന്നത്തെ പ്രസൻറ്റ് അതും എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ദോസ് ഡേയ്സ് ഹാവ് ബിക്കം എ മിയർ മെമ്മറി ഫോർ ഹിം നൗ ആൻഡ് ഹീ ഈസ് ആൾസോ അവെയർ ദാറ്റ് ദ പ്രസൻറ്റ് വിൽ ആൾസോ ഗോ അവേ ഫ്രം ഹിം. അപ്പോൾ എന്തായാലും എല്ലാ ആളുകളും മരിക്കും, അന്നത്തെ കാലഘട്ടം കഴിഞ്ഞു പോയി, ഇനി ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള കാലഘട്ടവും എന്ത് ചെയ്യും, കഴിഞ്ഞു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ആൻഡ് ഐ ആം in the middle without them on this mount with my children. ഇന്ന് അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, നമ്മുടെ ടെൽഗാത്തിൽ ഇന്ന് അദ്ദേഹം നിൽക്കുന്നത്, അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിന്ന പോലെയല്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന സോൾജേഴ്സും മറ്റ് സർജൻസും ഒക്കെ ആയിരുന്നേക്കാം. ഒരു പക്ഷേ ഇന്ന് അവരൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. നൗ ഐ ആം in the middle. Now he is in that particular place without any soldier. Okay, and അപ്പം ഇതാണ് he now reminisces about the time when he was in the battlefield. He is not among the soldiers who not among the soldiers now, but with his children. അപ്പം ഇദ്ദേഹം അന്ന് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടും അന്നത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സോൾജേഴ്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പം അയവിറക്കുകയാണ്. ഓക്കെ, ഹീ ഈസ് നൊസ്റ്റാൾജിക് അബൌട്ട് ദോസ് ഡേയ്സ്. ഓക്കെ, ഹി റെമിനിസസ് അബൌട്ട് ദാറ്റ് ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹീ ഈസ് നോട്ട് എമംഗ് ദ സോൾജേഴ്സ്, അതാണ്. നൗ ഹീ ഈസ് വിത്തൗട്ട് ദം. ഓക്കെ, ഹീ ഈസ് നോട്ട് എമംഗ് the soldiers now, but he is with his children now. അപ്പോൾ കാലം ഒരുപാട് കടന്നുപോയി. A light afternoon wind blows, but only a few people move in the blowing wind. Bend down a little with grass and the flowers. Dandelions cover the mound.
you could say as dandelions in multitude. Then in the afternoon, and there is a light wind, there is a small wind there which is blowing, but only a few people move in the blowing wind. ആ ഒരു കാറ്റ് അദ്ദേഹം അവിടെ നിന്നിട്ട് ശ്രദ്ധിക്കുന്നത് ദർ ഇസ് എ വിൻഡ് ദാറ്റ് ഈസ് ബ്ലോയിങ് ബട്ട് ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡ്. പക്ഷേ കുറച്ച് ആളുകൾ മാത്രമേ ഈ കാറ്റിന് എതിരെ അല്ലെങ്കിൽ ഈ കാറ്റിൽ സഞ്ചരിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിനങ്ങനെ ലിറ്ററലി അങ്ങനെ അർത്ഥമെടുക്കേണ്ട, അതിന് നമുക്കൊരു ഫിഗറേറ്റീവ്ലി നമുക്കതിനെ വായിച്ച് നോക്കാം. എന്താണ് നോക്കാം. ഇവിടെയുള്ള ഈ ഒരു കാറ്റ്, ഈ ഒരു ആഫ്റ്റർനൂൺ വിൻഡിൽ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ കാറ്റിൽ പോകുന്നുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ലൈറ്റ് വിൻഡ് എന്നുള്ളത്, ദ വിൻഡ് മൈറ്റ് മീൻ ദ സ്ട്രഗിൾ ദാറ്റ് പീപ്പിൾ ഫേസ് ഇൻ ദെയർ ലൈഫ്. ജീവിതത്തിൽ ആളുകൾ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് എന്തായി കൂട്ടാം, ഒരു പക്ഷേ ഈ ഒരു വിൻഡായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഈ കുറച്ച് ആളുകൾ മാത്രമേ ഈ വിൻഡിൽ പോകുന്നുള്ളൂ. അപ്പോൾ ഈ സ്ട്രഗിളൊക്കെ ഓവർകം ചെയ്തിട്ട്, അതിനൊക്കെ തരണം ചെയ്തിട്ട് കുറച്ച് ആളുകൾ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. മറ്റുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്യുന്നു, മൈറ്റ് കമ്മിറ്റ് സൂയിസൈഡ്. ഇങ്ങനെയൊന്നും അവർക്ക് പ്രശ്നത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. കുറച്ച് ആളുകൾക്ക് മാത്രമേ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മീനിങ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിൽക്കാം. വേറെ മീനിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡാൻഡീലിയൻ എന്നുള്ളതൊരു ഫ്ലവറാണ്. അപ്പോൾ ആ ഏരിയ മൊത്തം ഈ ബെൻഡ് ഡൗൺ എ ലിറ്റിൽ വിത്ത് ഗ്രാസ് ആൻഡ് ഫ്ലവേഴ്സ്, കുറേ പുല്ലുകളുടെയും കുറേ പൂക്കളുടെയും ഒക്കെ കൂടെ ഈ അവിടെ നിറഞ്ഞിരിക്കുന്നത് ഈ സംഭവമാണ്. ഡാൻഡീലിയൻ എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ഫ്ലവറാണ്. ഈ ഒരു ഫ്ലവർ, ഈ ഒരു ചെടി എന്ന് പറയുന്നത് എല്ലാ സീസണെയും അതിജീവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലവറാണെന്ന് പറയുന്നത് ഡാൻഡീലിയൻസ്. അപ്പോൾ ഇത് ആ ഒരു ഏരിയ നിറയെ ഉണ്ട്. ഓക്കെ, യു കുഡ് സേ ആസ് ഡാൻഡീലിയൻസ് ഇൻ മൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇതെല്ലാറ്റിനെയും ഞാൻ പറഞ്ഞു, എല്ലാ സീസണെയും പ്രതികൂല കാലാവസ്ഥയെയും ഒക്കെ അതിജീവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചെടിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻ ലാർജ് നമ്പേഴ്സ് എന്നുള്ള, ഇൻ മൾട്ടിറ്റ്യൂഡ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ ഒരുപാട് ഈ നമ്മുടെ ഡാൻഡീലിയൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ഒരു പ്രത്യേക അർത്ഥം വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. Dandelions in multitude may mean that Gath is a place where many people became martyrs and the way they died made them eternal. They will be remembered forever എന്നുള്ള. അപ്പോൾ ഈ ഒരുപാട് ഡാൻഡീലിയൻസ് അവിടെ ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഈ കാറ്റിൽ എന്നുള്ള കുറച്ച് ആളുകൾ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ എന്നുള്ളതിന് നമ്മളൊരു അർത്ഥം പറഞ്ഞു. ജീവിതത്തിൻ്റെ സ്ട്രഗിൾ ഓവർകം ചെയ്യുന്നത് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിന് മറ്റൊരു അർത്ഥം വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഇറ്റ് മൈറ്റ് ആൾസോ മീൻ ദാറ്റ് ഓൺലി എ ഫ്യൂ പീപ്പിൾ ബിക്കം എറ്റേണൽ ലൈക്ക് ദ ഡാൻഡീലിയൻസ് വിച്ച് സർവൈവ് ആൾ സീസൺ. ഇപ്പോൾ ഈ എല്ലാ സീസണുകളിലും സർവൈവ് ചെയ്യുന്ന ഈ ഒരു ഡാൻഡീലിയൻ ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഡാൻഡീലിയൻ ഫ്ലവറിനെ പോലെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം ഒരു എറ്റേണൽ ലൈഫ് കിട്ടുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണല്ലോ നമ്മളൊരു എന്തായി മാറുന്നത്, നമ്മൾ എറ്റേണലായി മാറുന്നത്. എല്ലാ സമയത്തും നമ്മൾ ഓർക്കും ആളുകൾ, ആ രൂപത്തിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പം അത്തരം ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. ഓൺലി എ ഫ്യൂ പീപ്പിൾ മൂവ് ഇൻ ദ ബ്ലോയിങ് വിൻഡിൽ കുറച്ച് ആൾക്കാർ മാത്രമേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെ മൂവ് ചെയ്ത് അതിനൊക്കെ അതിജീവിച്ച് പോകുന്ന ആളുകൾ മാത്രമേ എന്താകുന്നുള്ളൂ, ഏതുപോലെ ആകുന്നുള്ളൂ, ഡാൻഡിലിയൻ ഫ്ലവേഴ്സിനെ പോലെ ആകുന്നുള്ളൂ. ഒരു എറ്റേണൽ എന്നും നിലനിൽക്കുന്ന രൂപത്തിൽ ആകുന്നുള്ളൂ എന്ന് വേണമെങ്കിലും അതിനെ അർത്ഥം എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെന്താണ് ഡാൻഡേലിയൻസ് ഇൻ മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരുപാട് ഡാൻഡേലിയൻസ് ആ ഏരിയയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ, ഈ പൂവിനെ ആ രൂപത്തിൽ നമ്മൾ സിംബിളൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കാലത്തെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആ ഒരു പ്രദേശത്തുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ? ഇറ്റ് മൈറ്റ് മീൻ ദാറ്റ് Gath ഈസ് എ പ്ലേസ് വെർ മെനി പീപ്പിൾ ബിക്കേം മാർട്ടിയേഴ്സ്. ഒരുപാട് ആളുകൾ യുദ്ധത്തിൽ പങ്കെടുത്തു, ഒരുപാട് ആളുകൾ മാർട്ടിയേഴ്സായി, രക്തസാക്ഷികളായ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ദ വേ ദേ ഡൈഡ് മെയ്ഡ് ദം എറ്റേണൽ. അപ്പോൾ അവർ മരിച്ചത് മാർട്ടിയറാവുന്നത് കൂടി നമ്മൾ അവരെന്നും ജീവിക്കുന്ന ആളുകളുടെ മനസ്സിലൊക്കെ എന്നും ജീവിക്കുന്ന ആളുകളായിട്ട് അവർ മാറുന്നു. Okay, in that sense, all these people are dandelions, and there are many dandelions. Okay, dandelions in multitude there. Okay. Next stanza.
Then I brought my children to the mount. Again, ഫസ്റ്റിൽ അദ്ദേഹം പറയുന്ന പോലെ ആ സെയിം ലൈനാണ്. I brought my children to the mount and we sat there on its back and its side as in the poem by Shmuel Ha-Nahid in Spain. Like me, a man of hills and a man of wars who sang a lullaby to his soldiers before the battle. അദ്ദേഹത്തെ കുട്ടികളെ കൂട്ടി അദ്ദേഹം അവിടേക്ക് പോയി എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ആൻഡ് വി സാറ്റ് ദെയർ, ഞങ്ങൾ അവിടെ ഇരുന്നു. ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്, ആ ഒരു മൗണ്ട് അവിടെയുള്ള കുന്നിൻ്റെ സൈഡിലും ബാക്കിലൊക്കെ അദ്ദേഹം ഇരുന്നു. ഇങ്ങനെ ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ് എന്നുള്ളത് കൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് നമ്മളിവിടെ ഒരു കവിയെ പറയുന്നുണ്ട്. ഇൻ ദ പോം ബൈ ഷ്മുൽ നാഹിദ് എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ ഇരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരു സ്പാനിഷ് പോയറ്റാണ്. ലൈക്ക് മീ, അദ്ദേഹം മിഡിൽ ഏജസിൽ ജീവിച്ച, ഒരു സ്പെയിനിൽ ജനിച്ച മിഡിൽ ഏജസിൽ ജീവിച്ച ഒരു കവിയാണ് കേട്ടോ അദ്ദേഹം ജീവിച്ചത് 993 അദ്ദേഹം ജനിക്കുന്നത്. അറൗണ്ട് 1056 മരിച്ചു എന്ന് പറയുന്ന ഒരു കവിയാണ് ഈ ഷ്മുൽ ഹാ. ജൂയിഷ് പോയറ്റാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ ആണ് ഇവരവിടെ ഇരുന്നതെന്നുള്ള, ഈ മൗണ്ടെയിനിൽ അവിടെയുള്ള കുന്നിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ അവർ കുട്ടികൾ കൂടെ ഇദ്ദേഹം ഇരുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നു ലൈക്ക് മീ, എ മാൻ ഓഫ് ഹിൽസ് ആൻഡ് എ മാൻ ഓഫ് വാർസ്. എന്നെപ്പോലെ തന്നെ, ഇദ്ദേഹം ഒരു വാർ പോയിട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആൾസോ ഹീസ് എ പോയിറ്റ്. അതുപോലെ തന്നെ ഈ ഷ്മുൽ നാഹിദ് എന്ന് പറയുന്ന ആ ഒരു കവിയും എന്തായിരുന്നു, ഇയാളെപ്പോലെ ലൈക്ക് മീ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇയാളെപ്പോലെ ലൈക്ക് മീ, ഇദ്ദേഹവും എ മാൻ ഓഫ് ഹിൽസ് ആൻഡ് എ മാൻ ഓഫ് വാർസ്. ഇദ്ദേഹവും ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് ഈ ഹില്ല് ഇദ്ദേഹം നിൽക്കുന്ന ഈ ടെൽഗാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് യുദ്ധം ചെയ്ത ഒരാളായിരുന്നു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം ഈ ഷ്മുൽ നാഹിദിനെയും പറയുന്നത്. എ മാൻ ഓഫ് ഹിൽസ്, ഇതുപോലെയുള്ള കുന്നിലൊക്കെ വന്നിട്ട് യുദ്ധം ചെയ്ത ഒരാൾ തന്നെ. ഹിൽസ് ആൻഡ് എ മാൻ ഓഫ് വാർസ് ഹു സാങ് എ ലല്ലബി ടു ഹിസ് സോൾജേഴ്സ് ബിഫോർ ദ ബാറ്റിൽ. പക്ഷേ അദ്ദേഹം കവിത ബാറ്റിൽ ഫീൽഡിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം കവിത മേക്ക് ചെയ്യുന്നത്. ബാറ്റിൽ ഫീൽഡിൽ വെച്ചിട്ട് തന്നെ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിക്കൊടുക്കും. അദ്ദേഹത്തിൻ്റെ സോൾജേഴ്സിനാണ് ചൊല്ലിക്കൊടുക്കുക. ബാറ്റിലിൻ്റെ മുൻപ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കവിത ഈ സോൾജേഴ്സിനൊക്കെ ചൊല്ലിക്കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം ഇപ്പോൾ ഓർക്കുകയാണ്. ഓക്കെ, ഹി സേസ് ദാറ്റ് ഹി ആൻഡ് ഹിസ് ചിൽഡ്രൻ സാറ്റ് ദർ ആസ് ഇൻ ദ പോം ബൈ ഷ്മുൽ നാഹിദ് ഓൺ ഇറ്റ്സ് ബാക്ക് ആൻഡ് ഇറ്റ്സ് സൈഡ്. പിന്നെന്താ, ഷ്മുൽ നാഹിദ് വാസ് ആൾസോ എ വാർ പോയറ്റ്. അൺലൈക്ക് ദ സ്പീക്കർ ഹി റിസൈറ്റഡ് ഹിസ് പോയംസ് ടു ദ സോൾജേഴ്സ് ബിഫോർ ദ ബാറ്റിൽ. അപ്പോൾ നമ്മളെ സ്പീക്കർ ബാറ്റിൽ ഫീൽഡിൽ വെച്ചിട്ട് കവിത എഴുതി അവിടെ വെച്ചിട്ട് അവിടെ സോൾജേഴ്സിനൊന്നും ഈ കവിത പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ ഈ നാഹിദ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് തന്നെ കവിത സോൾജേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സ്പീക്കർ എന്താ ചെയ്യുന്നത്, സ്പീക്കർ ഹാസ് ഹിസ് ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് ദി സോൾജേഴ്സ്. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ കവിത പറയാൻ വേണ്ടിയിട്ട്, അദ്ദേഹം കവിത റിസൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടികളാണ്. സോൾജേഴ്സ് ആരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇല്ല. ദ ലാസ്റ്റ് സ്റ്റാൻസ, യെറ്റ് ഐ ഡിഡ് നോട്ട് ടോക്ക് ടു മൈ ഹാർട്ട് ആസ് ഹി ഡിഡ്, ബട്ട് to my children. To the mount we were the resurrection, fleeting like this springtime, eternal like it too. എങ്കിലും നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ ഈ ഒരു നാഹിദ് എന്ന് പറയുന്ന ഈ ഒരു ഷ്മുൽ നാഹിദ് എന്ന് പറയുന്ന ഈ ഒരു കവിയെ പോലെ എന്താണ്, അദ്ദേഹം ഇദ്ദേഹത്തെ പോലെ തന്നെ വാർപ്പോയിട്ടെന്ന് പറഞ്ഞു. ഇനി എന്താ പറയുന്നത്, യെറ്റ് ഐ ഡിഡ് നോട്ട് ടോക്ക് ടു മൈ ഹാർട്ട്, എങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചില്ല. ആസ് ഹീ ഡിഡ്, നാഹിദ് ചെയ്ത പോലെ ഞാൻ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഹൃദയത്തോട് സംസാരിച്ചു എന്നുള്ളതിനെ നമുക്ക് നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അതിനെ മനസ്സിലാക്കാം. ഈ ഒരു സോൾജേഴ്സാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു യൂഷ്വലി ഇദ്ദേഹം കവിത എഴുതിയത് വാറിനെ കുറിച്ചിട്ടും സോൾജേഴ്സിനെ കുറിച്ചിട്ടും വാരിയേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് കവിത എഴുതിയത് നാഹിദൊക്കെ. നമ്മുടെ സ്പീക്കറും നമ്മുടെ പോയറ്റും യഹൂദയും ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഒരു യുദ്ധത്തെക്കുറിച്ചിട്ടൊക്കെ സോൾജേഴ്സിനെ കുറിച്ചിട്ടൊക്കെ കവിത എഴുതുന്ന ഒരാളാണ്. അതുകൊണ്ട് അത്തരം യുദ്ധങ്ങളും സോൾജേഴ്സൊക്കെയാണ് അവരുടെ ഹൃദയങ്ങളിലുള്ളത്. ഓക്കെ, അപ്പം അതുപോലെ നമ്മുടെ
ഈ നാഹിദ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള വാറിനെ കുറിച്ചിട്ടും സോൾജേഴ്സിനെ കുറിച്ചൊക്കെ ആണ് സംസാരിച്ചത്, അവരോടാണ് സംസാരിച്ചത്. പക്ഷേ യഹൂദ അമിഖായിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം ബാറ്റിൽ ഫീൽഡിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുള്ള സോൾജേഴ്സിനോടൊന്നും അദ്ദേഹത്തിൻ്റെ കവിത റിസൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ അത് ആർക്ക് സാധിച്ചു? നമ്മുടെ നാഹിദിന് സാധിച്ചു. ഇതിനു മുമ്പ് മെൻഷൻ ചെയ്ത കവിക്ക് സാധിച്ചു എന്നുള്ള. ഐ ഡിഡ് നോട്ട് ടോക്ക് ടു മൈ ഹാർട്ട്. നമുക്കതിനർത്ഥം നോക്കാം, ദ സ്പീക്കർ വാസ് നോട്ട് ഏബിൾ ടു സിങ് ടു ദ സോൾജേഴ്സ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ലൈക്ക് ഷുമുവലിനെ പോലെ നമ്മുടെ സ്പീക്കർക്ക് എന്ത് ചെയ്തിട്ടില്ല, ബാറ്റിൽ ഫീൽഡിൽ സോൾജേഴ്സിനോട് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ടു മൈ ചിൽഡ്രൻ, ഇദ്ദേഹം ഇപ്പോൾ ആരോടാ അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്നത്? ടു മൈ ചിൽഡ്രൻ, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ അദ്ദേഹത്തിന് മുന്നിലുള്ള, അപ്പോൾ അവരുടെ മുന്നിൽ അവരോട് മാത്രമേ അദ്ദേഹത്തിൻ്റെ കവിത ഈ നമ്മുടെ സ്പീക്കർക്ക് ചൊല്ലിക്കൊടുക്കാൻ പറ്റുള്ളൂ. ഹി ഹാസ് ഓൺലി ഹിസ് ചിൽഡ്രൻ ടു സിങ് ടു. ഓക്കെ. ആൻഡ് ഹി സേസ് ദാറ്റ് ഹി ഹാസ്, പിന്നെ ഇവിടെ നോക്കൂ, ടു ദ മൗണ്ട് വീവർ റിസറക്ഷൻ. ഈ ഒരു റിസറക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും പുനർജനിക്കുക എന്നൊക്കെയാണല്ലോ. റിസറക്ഷൻ ആര്? പുനർജനനാണ്. മരിച്ചതിന് ശേഷമൊക്കെ ജനിക്കുന്നതിന് റിസറക്ഷൻ എന്ന് പറയാം. ടു ദ മൗണ്ട് വീവർ ദ റിസറക്ഷൻ. ഈ ഒരു മൗണ്ടിൽ ഇദ്ദേഹം യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷം ആ ഒരു പ്ലേസ് വീണ്ടും വിസിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വീണ്ടും ജനിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ടു ദ മൗണ്ട് വീവർ റിസറക്ഷൻ. ഈ ഒരു മൗണ്ടിൽ അദ്ദേഹം വീണ്ടും ജനിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം പഴയകാല ഓർമ്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോകുന്നു. സോ ഹി ഫീൽ ലൈക്ക് ദാറ്റ് ഹി വാസ് ബോൺ അഗെയിൻ. ആൻഡ് അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു സൂചന അദ്ദേഹം നൽകുന്നത് എന്താ വെച്ചാൽ, എല്ലാ ആളുകളും മരിച്ച് പോയി കഴിഞ്ഞാൽ, ഹീസ് എ റിലീജിയസ് പോയിട്ട്, സോ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളും എന്ത് ചെയ്യും, ഒരു ക്രിസ്ത്യൻ അതുപോലെ ജൂയിഷ് വിശ്വാസമൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ജനിക്കും എന്നുള്ള ഒരു സംഭവം അദ്ദേഹം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഫ്ലീറ്റിംഗ് യു ആർ ദ റിസറക്ഷൻ, ഫ്ലീറ്റിംഗ് ലൈക്ക് ദി സ്പ്രിംഗ് ടൈം, എറ്റേണൽ ലൈക്ക് ഇറ്റ് ടു. എന്താണ് ഇവിടെ അദ്ദേഹം പറയുന്നത്? To the mount we were resurrection, fleeting like the springtime, eternal like it too. അദ്ദേഹം ജീവിതത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ലൈഫ് എന്താണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം? ലൈഫ് ഫ്ലീറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അതേസമയം തന്നെ എറ്റേണൽ ആണെന്ന് പറയുന്നത്. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് ലൈഫ്. അപ്പോൾ എന്താണ്, എല്ലാ ആളുകളും ജീവിച്ച് മരിച്ചു പോകും. മരിക്കും. ജീവിതം നമ്മുടെ എല്ലാ സെമിറ്റിക് മതങ്ങളുടെ വിശ്വാസപ്രകാരവും ജീവിതമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ ഭൂമിയിൽ ആളുകൾ അതിഥികളായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. യഥാർത്ഥ ജീവിതം മരിച്ചതിന് ശേഷമാണെന്നാണ് വിശ്വാസം. അപ്പം ആ ഒരു ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈഫ് ഫ്ലീറ്റിംഗ് ആണ്, പെട്ടെന്ന് തീർന്നു പോകും. അതേസമയത്ത് തന്നെ എറ്റേണലാണ് ലൈഫ്. എങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ ആളുകളും മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാലാകാലം മരിച്ച് കിടക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, റിസറക്ഷൻ ഉണ്ട്. അത് എന്താണ്, എറ്റേണലാണ്. അവിടെ പിന്നെ മരണമല്ല. അപ്പം ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സ്പ്രിംഗ് സീസണെ പോലെ. അപ്പോൾ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈമിനെ പോലെ, സ്പ്രിംഗ് സീസൺ ആയിട്ട് അദ്ദേഹം കമ്പയർ ചെയ്യുകയാണ് ലൈഫിന്. അതെന്താണ്, ഫ്ലീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സീസൺ വരും. പക്ഷേ വീണ്ടും സ്പ്രിംഗ് സീസൺ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുമല്ലോ. അപ്പം ആ ഒരു അർത്ഥത്തിൽ എന്താണ്, എറ്റേണലാണ് എന്ന് പറയാം. അപ്പോൾ സ്പ്രിംഗ് സീസണെ പോലെയാണ് ലൈഫ്. തീരും ചെയ്യും, എന്നാൽ അത് വീണ്ടും വരുന്നില്ല. ഓക്കെ, ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ. ഓക്കെ. ഹി സേസ് ദാറ്റ് ഹി ഹാസ് റിസറക്റ്റഡ് ഓൺ ദി മൗണ്ടെയിൻ ആഫ്റ്റർ എ വൈൽ. ദ ഓൾഡ് മെമ്മറീസ് വെർ ലൈക്ക് എ സെക്കൻഡ് ലൈഫ് ഫോർ ഹിം. അവിടെ എത്തിയ സമയത്ത് ഈ പഴയ ഓർമ്മകളൊക്കെ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയ പോലെയാണ്. അതാണ് അദ്ദേഹത്തെ പിന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന സംഗതി. ഓക്കെ. ഇറ്റ് റിമൈൻഡ്സ് ഹിം ഓഫ് ദ ഫാക്ട് ദാറ്റ് ലൈഫ് ഈസ് ബോത്ത് ഫ്ലീറ്റിംഗ് ആൻഡ് എറ്റേണൽ അറ്റ് ദ സെയിം ടൈം ലൈക്ക് ദ സ്പ്രിംഗ് സീസണെ പോലെ തന്നെ ജീവിതം ബോത്ത് ഫ്ലീറ്റിങ്ങുമാണ്, പെട്ടെന്ന് കടന്നു പോകുന്നതാണ്, അതുപോലെ തന്നെ എറ്റേണലുമാണ് എന്നുള്ളത് അദ്ദേഹം ഓർക്കുന്നു. അദ്ദേഹം ആ മൗണ്ടെയിനിലെത്തി അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് മൈൻഡിലേക്ക് കടന്നു വരുന്ന ചിന്തകളാണ് ഈ സംഭവങ്ങൾ. ഓക്കെ, ഇതാണ് കവിത. ഓക്കെ, ഐ ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. ഇതിങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു കവിത പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കവിതൻ്റെതായിട്ടുള്ള പരിമിതികൾ ഈ കവിതയ്ക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.